സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി അടുവാശ്ശേരിയിൽ അക്ഷയ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ സേവന രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളത്തിലെ അക്ഷയ സെന്ററുകൾ 2 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഒരു പഞ്ചായത്തിൽ 1 എന്നതിൽ നിന്നും ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും 3, 4 എന്നിങ്ങനെ അക്ഷയ സെന്ററുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ദൈനംദിന ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടാനാകാത്ത വിധം അക്ഷയ സേവനങ്ങൾ നമ്മുടെ ഭാഗമായി കഴിഞ്ഞു. കുന്നുകര, അയിരൂർ പ്രദേശങ്ങളിലായി 2 അക്ഷയ സെന്ററുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ സൗത്ത് അടുവാശ്ശേരി, കുത്തിയതോട് എന്നിവിടങ്ങളിലായി 2 അക്ഷയ സെന്ററുകൾ കൂടി ആരംഭിക്കുകയാണ്. അടുവാശ്ശേരിയിലെ അക്ഷയ സെന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു നിർവഹിച്ചു. ജനസേവാ കേന്ദ്രങ്ങൾ ഒരുപാട് പൊട്ടിമുളച്ചു വരുന്ന കാലമാണ്. എന്നാൽ അവിടെയെല്ലാം ജനങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങൾ അവർക്ക് പറയുന്ന തുകയാണ് നമ്മൾ ഓരോ ജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും ഈ ജനസേവാ കേന്ദ്രങ്ങൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു നിശ്ചിത തുക ഇല്ല, അവർക്ക് ആവശ്യമുള്ള തുക സാധാരണ ജനങ്ങളോട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ അക്ഷയ സെന്ററുകൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് നിർദ്ദേശിച്ച മാർഗരേഖയിൽ നിന്നുകൊണ്ടാണ് അക്ഷയ സെന്ററുകൾ പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തന രീതിയിൽ നിന്ന് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന സേവനം നല്ല രീതിയിൽ മെച്ചപ്പെട്ടതാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ കുന്നുകര ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ 2 അക്ഷയ സെന്റർ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഒന്ന് കുത്തിയതോട് 1-ാം വാർഡ് ഒന്നാം വാർഡിലാണ് അടുത്ത ഒരു അക്ഷയ സെന്റർ. ഈ വരുന്ന 25-ാം തീയതി പ്രവർത്തനം ആരംഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുവാശ്ശേരി ഭാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അടുവാശ്ശേരിയിലുള്ള ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം കുന്നുകരയിലേക്കാണ് അവരുടെ ഓരോ ആവശ്യങ്ങൾക്കായി വരേണ്ടിയിരുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അക്ഷയ സെന്റർ ഇവിടെ, അതും SC കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സംഭരണ ഇതിലേക്കാണ് നമ്മുടെ സനുജയെ ഈ അക്ഷയ സെന്റർ തെരഞ്ഞെടുത്തത്. അപ്പൊ സനുജയുടെ ഇന്റർവ്യൂവിലുള്ള പ്രകടനവും അതുപോലെ നമ്മുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്കറിയാം. നമ്മുടെ കുന്നുകര അക്ഷയയിൽ സനുജ കുറെ നാള് വർക്ക് ചെയ്തിരുന്ന കുട്ടിയാണ്. അപ്പൊ ആ എക്സ്പീരിയൻസും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് സനുജയ്ക്ക് ഈ അക്ഷയ സെന്റർ കിട്ടിയത്. അപ്പൊ അതിന് എല്ലാ ജനങ്ങളുടെയും ഈ അക്ഷയ വാർഡ് മെമ്പർ VB ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA അബ്ദുൾ ജബ്ബാർ, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷിബി പുതുശ്ശേരി, പഞ്ചായത്ത് അംഗം AB മനോഹരൻ, BJP ജില്ലാ സെക്രട്ടറി ഷാജി മുത്തേടൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് R അനിൽ, മനോഹരൻ മുത്തേടൻ, പ്രദീപ് കുന്നുകര എന്നിവർ സംസാരിച്ചു. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് പരാതികൾ കിട്ടാറുണ്ട്. കാരണം വെച്ചാൽ അവരുടെ സർവീസ് മോശമാണ്, അവർ ചെല്ലുമ്പോൾ അവർ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നു, അവർ ഫീസ് മാത്രം വാങ്ങിക്കൊണ്ട് അതിൻ്റെ സേവനം പകുതി വെച്ച് അവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ള പരാതികൾ നിരന്തരം പഞ്ചായത്ത് ഭരണാധികാരികൾ എന്നുള്ളതിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സനുജ അത്രക്കാരി അല്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം നല്ല സേവനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുന്നുകരയിൽ നമ്മുടെ സിറ്റിയിൽ നിന്ന് മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വരും എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് കുന്നുകരയിലും അടുവാശ്ശേരിയിലും ഉണ്ടെങ്കിൽ അയിരൂരുണ്ടെങ്കിൽ പോലും പല ആളുകളും അത്താണിയിലും അതുപോലെ തന്നെ വെടിമറയിലും ഒക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് പരാതികൾ കിട്ടാറുണ്ട്. കാരണം വെച്ചാൽ അവരുടെ സർവീസ് മോശമാണ്, അവിടെ ചെല്ലുമ്പോൾ അവർ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നു, അവർ ഫീസ് മാത്രം വാങ്ങിക്കൊണ്ട് അതിൻ്റെ സേവനം പകുതി വെച്ച് അവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ള പരാതികൾ നിരന്തരം പഞ്ചായത്ത് ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സനുജ അത്രക്കാരി അല്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം നല്ല സേവനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുന്നുകരയിൽ നിന്ന് നമ്മുടെ സിറ്റിയിൽ നിന്ന് മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുന്നുകരയുള്ള അക്ഷയയുടെ പ്രവർത്തനം നമുക്കറിയാം. പല രീതിയിലുള്ള പരാതികളും ഒക്കെ അനുഭവപ്പെട്ടതിന്റെ കാര്യത്തിൽ കളക്ടർ 1-2 പ്രാവശ്യം അതിനെ മാറ്റി നിർത്തുകയും അതിനുശേഷം അത് പുനഃസ്ഥാപിച്ചതാണ്. സ്വാഭാവികമായിട്ട് ആളുകൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ അയിരൂർ അക്ഷയ അതുപോലെ തന്നെ വെടിമറയിലുള്ള അക്ഷയൊക്കെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നെങ്കിൽ കൂടിയാലും കുന്നുകരയിലുള്ള 2 അക്ഷയും മുകളിലാണ് പ്രവർത്തിച്ചത്. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു രീതിയിൽ കാലിനും മറ്റുള്ള ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ആളുകൾക്ക് മുകളിൽ കയറി അവരുടെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഏറെ സൗകര്യത്തോടു കൂടി താഴെ തന്നെ പ്രവർത്തിക്കുന്ന ഈ അക്ഷയ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലായിരിക്കും.